الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തിമ സമൂഹത്തിന് ഉണ്ടാകാനിടയുള്ള മൂല്യച്യുതികളെക്കുറിച്ചും ധാർമ്മികമായ അപജയങ്ങളെക്കുറിച്ചും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃകകൾ പരമാവധി അവലംബിച്ചുകൊണ്ട് നമ്മുടെ ശാന്തിയും സമാധാനവും അതിൽ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. അവസാന കാലമാകുമ്പോഴേക്കും മനുഷ്യ സമൂഹത്തിനിടയിൽ നിന്ന് വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ദിയാഉൽ അമാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദുയ്യഅത്തിൽ അമാന ഫന്തളിരിസ് സാഅ. മനുഷ്യർക്കിടയിൽ നിന്ന് പരസ്പരമുള്ള വിശ്വാസവും വിശ്വാസ്യതയും എപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുവോ അപ്പോൾ അന്ത്യദിനത്തിന് സമയമായി, നീ അതിനെ കാത്തുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കൈഫ ഇളാഅതുഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അമാനത്ത് പാഴായി പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്? റസൂൽ ഒന്നുകൂടി വിശദീകരിച്ചു കൊടുത്തു, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, അനർഹരായ ആളുകളിലേക്ക്, അയോഗ്യരായ ആളുകളിലേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെടുന്ന സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെയാണ് അമാനത്ത് അവർക്കിടയിൽ നിന്ന് ചോർന്നു പോവുക, നഷ്ടപ്പെട്ടു പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയുണ്ടായി. അൽ അംർ എന്നാണ് ഇവിടെ
പ്രവാചകൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഏത് കാര്യവും, അത് ഭരണാധികാരമാകട്ടെ, അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള വ്യക്തിഗതമായ ബന്ധങ്ങളാകട്ടെ, അവർ പാലിക്കേണ്ട അമാനത്തുകളും വിശ്വസ്തതകളുമാകട്ടെ, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അവിടുന്ന് പറഞ്ഞു, തൻആകിസു ഫിഹൽ ഉമൂർ, ആ കാലഘട്ടം വന്നാൽ കാര്യങ്ങളൊക്കെ തലകീഴായി മറിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. യുകദ്ദിബു ഫീഹ സ്വാദിഖ്, സത്യസന്ധരായ നല്ല മനുഷ്യന്മാർ അന്ന് കള്ളന്മാരായി മുദ്ര ചാർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അവർ കളവാക്കപ്പെടുമെന്നാണ്. വയുസദ്ദിഖ് ഫിഹൽ കാദിബ്, എന്നാൽ കളവ് പറയുകയും കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവൻ സത്യസന്ധന്റെ പട്ടം ചാർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. വയുഖവ്വിലുൽ അമീൻ, വിശ്വസ്തരായ ആളുകൾ അവരൊക്കെ വഞ്ചിതരാണ്, വഞ്ചകരാണ് എന്ന പ്രചാരണമുണ്ടാകും. വയുഅ്തമനുൽ ഖായിൻ, എന്നാൽ വഞ്ചന ചെയ്യുന്ന ചതിയന്മാരായ ആളുകളെ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഇങ്ങനെയാണ് കാര്യങ്ങൾ തലകീഴായി മറിയുന്നത് എന്നുവരെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത്തരം ഒരു സാമൂഹ്യ സാഹചര്യം സംജാതമായാൽ ഈമാനുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആർക്കും ആരെയും പരസ്പരം വിശ്വാസമില്ലാത്ത ഒരവസ്ഥ. തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആ ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകരെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെപ്പോലും വിശ്വാസമില്ലാതെ പരസ്പരം സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. യാത്രാവേളകളിൽ സഹയാത്രികരായ ആളുകളെ വിശ്വസിച്ചുകൊണ്ട് കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളുടെ ഈമാൻ ചോർന്നു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, ഇങ്ങനെയുള്ള വിശ്വാസ്യതയും വിശ്വസ്തതയും നിങ്ങൾക്ക് ജീവിതത്തിൽ ചേർത്തു വെക്കാനും പാലിക്കാനും നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈമാനില്ല എന്നതിൻ്റെ തെളിവാണത് എന്നാണ്. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അമാനത്ത് പ്രകടമാകേണ്ടതുണ്ടെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. വലാ ദീന ലിമൻ ലാ അഹദ ലഹു, കരാർ അത് പാലിക്കാത്ത ആളുകൾ, അതേപോലെയുള്ള ജീവിതത്തിലെ സത്സ്വഭാവങ്ങളും സുഹൃതങ്ങളും ചേർത്ത് വെക്കാത്ത ആളുകൾക്ക് ദീനില്ല, അവർക്ക് മതബോധമില്ല എന്നും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കള്ളത്തരങ്ങളും കളവുകളും വ്യാജ വാർത്തകളും വ്യാപകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. റസൂലുള്ളാഹി പറഞ്ഞു, സയകൂനു ഫി ആഖിരി ഉമ്മത്തി ഉനാസുൻ യുഹദ്ദിസൂനകും മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും. എൻ്റെ ഉമ്മത്തിൻ്റെ അവസാന കാലമാകുമ്പോഴേക്കും ഒരവസ്ഥ വരികയാണ്. അന്ന് ചില ജനങ്ങൾ വരും, മനുഷ്യന്മാർ വരും, യുഹദ്ദിസൂനകും, അവർ നിങ്ങളോട് സംസാരിക്കും, മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പൂർവീകരായ പിതാക്കളും പ്രപിതാക്കളും പിതാമഹന്മാരും ഒന്നും കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും അവർ നിങ്ങളോട് പറയുക. അത് ഭൗതികമാകട്ടെ, മതപരമാകട്ടെ, മതകാര്യങ്ങളിലാകട്ടെ, മതേതര കാര്യങ്ങളിലാകട്ടെ, ദീനിന്റെ കാര്യങ്ങളിലാകട്ടെ, ദുനിയാവിന്റെ കാര്യങ്ങളിലാകട്ടെ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അവരെ സൂക്ഷിക്കണം, കരുതിയിരിക്കണമെന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള വ്യാപകമായ വ്യാജ വാർത്തകളും പ്രചാരണങ്ങളും പ്രഘോഷണങ്ങളും പ്രഭാഷണങ്ങളും ഇന്ന് സമൂഹത്തിലെമ്പാടും നമുക്ക് നിലനിൽക്കുന്നത് കാണാൻ കഴിയും. സമൂഹത്തിൽ എന്ന പോലെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ഇതെമ്പാടും നിലനിൽക്കുന്നുണ്ട്. വയകൂനു ഫി ആഖിരി സമാൻ ദജ്ജാലൂന കദ്ദാബൂൻ, പ്രവാചക തിരുമേനി നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അസത്യം പറയുന്നവരും വ്യാജവാദികളുമായ ആളുകൾ ലോകാന്ത്യത്തിന്റെ അവസാനത്തോടുകൂടി വരും. യഅ്തൂനകും ബിൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കേൾക്കാത്ത വർത്തമാനങ്ങൾ അവർ പറയും.
ഫഇയ്യാകും വഇയ്യാഹും, നിങ്ങൾ ജാഗ്രത കൈവിടരുത്. ലാ യുദില്ലൂനകും വലാ യുഫ്തിനൂനകും, അവർ ഒരിക്കലും നിങ്ങളെ വഴിപിഴപ്പിക്കരുത്, അവർ നിങ്ങളെ ഒരിക്കലും കുഴപ്പത്തിലാക്കരുത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാകണമെന്നർത്ഥം. ദീനിന്റെ കാര്യമാകട്ടെ ദുനിയാവിന്റെ കാര്യമാകട്ടെ ഏത് കാര്യവും നമ്മൾ അന്വേഷിച്ച് പഠിച്ചുകൊണ്ട് അതിലേറ്റവും സത്യസന്ധമായതിൻ്റെ കൂടെ നിൽക്കുകയും നമുക്ക് ഗുണകരമായതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചു നിർത്തുകയും ചെയ്യാൻ വേണ്ടിയാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഉണർത്തലുകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അധാർമികതയുടെയും അസാൻമാർഗികതയുടെയും അസഭ്യങ്ങളുടെയും അശ്ലീലങ്ങളുടെയും വ്യാപകമായ പ്രചാരണങ്ങൾ സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സാഹ ഹത്താ യൽഹറൽ ഫുഹ്ശ വത്തഫാഹുഷ്. ഫുഹ്ശും തഫാഹുഷും എന്ന് പറഞ്ഞാൽ ഇതാണ്, എല്ലാവിധ അശ്ലീലങ്ങളും അതേപോലെ തന്നെ അസഭ്യങ്ങളും അസാൻമാർഗികതകളും അത് പ്രചരിക്കും സമൂഹത്തിൽ. അതോടൊപ്പം തന്നെ ഖതീഹത്തുർ റഹം, കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടുന്ന, കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. വസൂഉൽ മുജാവറ, മോശമായ അയൽപക്ക ബന്ധങ്ങളായിരിക്കും അന്നുണ്ടാവുക എന്നത്. കുടുംബ ബന്ധങ്ങൾ അത് നിലനിർത്താനും അത് പരസ്പരം ചേർത്താനും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മെ ഉണർത്തുന്ന എത്രയോ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക എന്നതായിരിക്കണം ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ പ്രധാന സുഹൃതമായി അവൻ ചേർത്ത് വെക്കേണ്ടത്. റസൂലുള്ള ഉണർത്തിയ അതേപോലെ തന്നെ നമ്മെ ഉത്ബോധിപ്പിച്ച മറ്റൊരു കാര്യമാണ് സൂഉൽ മുജാവറ എന്ന്. മോശമായ അയൽപക്ക ബന്ധങ്ങളായിരിക്കും അന്നുണ്ടാവുക എന്ന്. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ തന്നെയുള്ള നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിറങ്ങുകയും അവിടെ അന്യോന്യം സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന കുട്ടികൾ വരെ അയൽപക്കങ്ങളിൽ പോയി അന്തിയുറങ്ങുകയും സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുകയും അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല, പാത്രങ്ങൾ വരെ വിരുന്നു പോകുന്നതിനെ കുറിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അയൽപക്ക ബന്ധങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വ്യക്തികൾ മാത്രമല്ല അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വിരുന്നു പോകുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അയൽപക്കങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് അത് തികയാതെ മതിയാതെ വരികയാണെങ്കിൽ എന്നാലും നിങ്ങൾ ഉണ്ടാക്കുന്ന നല്ല കറിയിൽ അല്പം വെള്ളം ചേർത്ത് തന്നെയെങ്കിലും നിങ്ങളുടെ അയൽപക്കക്കാരൻ അത് കൊണ്ടുപോയി കൊടുത്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അയൽപക്ക ബന്ധങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥികളെ സൽക്കരിക്കുന്ന കാര്യത്തെക്കുറിച്ചും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വല്ലവനും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ജാറഹു, തന്റെ അയൽവാസിയെ അവൻ ആദരിക്കണമെന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മുന്തിയ ഭക്ഷണത്തിന്റെ വാസന കൊണ്ട് നിങ്ങളുടെ അയൽപക്കക്കാരെ നിങ്ങൾ ഉപദ്രവിക്കരുതെന്നാണ് റസൂൽ പറഞ്ഞത്. ആ ഉപദ്രവം നീക്കാൻ നിങ്ങൾ വെച്ച ആ ഭക്ഷണത്തിൽ നിന്നൊരു പാത്രം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. നിങ്ങൾ ഒരു മതില് കെട്ടുമ്പോൾ അയൽപക്കക്കാരന്റെ പെർമിഷൻ വാങ്ങണം. കാരണം അള്ളാഹു കാറ്റടിക്കുമ്പോൾ അത് അവരുടെ തൊടുവിലേക്കും പറമ്പിലേക്കും വീട്ടിലേക്കും അടിച്ചു വീശുന്ന കാറ്റ് തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് നിങ്ങൾ അവരോട് പെർമിഷൻ ചോദിക്കണം. നമ്മുടെ ഈ അതിർത്തി കൂടെ നമ്മൾ വരമ്പ് ഒരു മതില് കെട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് സമ്മതമല്ലേ എന്ന് നോക്കൂ. നിങ്ങൾ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദയാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് പഴങ്ങൾ വാങ്ങി നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന പഴം അയൽപക്കക്കാരായ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഓഹരി അതിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കരുത് എന്നാണ്.
അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് നമ്മൾ ഒരിക്കലും ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെക്കുറിച്ച് നമ്മെ ശക്തമായി ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അയൽവാസികളെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശദീകരണങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഇന്ന് അയൽവക്കത്ത് എന്താണ് നടക്കുന്നത് എന്ന് തന്നെ പലപ്പോഴും അറിയാത്ത സാഹചര്യങ്ങളുണ്ട്. കാരണം അമ്പരചുംബികളായ വലിയ വലിയ ഫ്ലാറ്റുകളിൽ അവിടെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. വലിയ ഒരു ഫ്ലാറ്റിൽ ചിലപ്പോൾ 100 കണക്കിന് മനുഷ്യന്മാരുണ്ടാകും. 8ഉം 10ഉം 12ഉം 20ഉം നിലകളുള്ള ഒരു ഫ്ലാറ്റിൽ അവനവന്റെ കാറ്, അവനവന്റെ ജോലി, അവനവന്റെ പ്രശ്നങ്ങൾ, അവനവന്റെ മക്കൾ, കുടുംബം എന്ന ഒരു ചിന്തയല്ലാതെ തൊട്ടപ്പുറത്തുള്ള ആളുകളുടെ കാര്യം എന്തായി, മരണം പോലും നടന്നാൽ അറിയാത്ത സാഹചര്യം ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം സംജാതമാകും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ ഈ പ്രവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട നിർദ്ദേശവും ഉത്ബോധനവും പാഠവും എന്താണ്? നാം മരിക്കുന്നത് വരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തിയ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ പരസ്പരം സ്നേഹത്തിന്റെ കണ്ണികളാൽ വിളക്കി ചേർത്തുകൊണ്ട് അയൽപക്ക ബന്ധത്തിന് മഹത്തായ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരിക്കണം നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവസാന കാലം വരുമ്പോൾ, ഇന്ന് നമുക്കറിയാമല്ലോ ഓരോ കാലത്തും നമ്മുടെ വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഉത്സവങ്ങളോടനുബന്ധിച്ച്, ആഘോഷങ്ങളോടനുബന്ധിച്ച് ഓരോ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും വില ഉണ്ട്, അത് കൂടുന്നുണ്ട്. പക്ഷേ ലോകത്ത് ഏറ്റവും വിലയില്ലാത്ത ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒപ്പം പറയുന്ന ഒരു മറുപടിയുണ്ട്, അത് മനുഷ്യന്റെ ജീവനാണ്. മനുഷ്യ ജീവന് തീരെ വിലയില്ല. വില കൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന, കാലം ചെല്ലുന്തോറും ലോകത്ത് വിലയിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യജീവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. നിങ്ങൾ മനുഷ്യന്മാർ തമ്മിൽ അറുകൊല നടത്തി, ചോരച്ചാലുകൾ ഒഴുക്കി നിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം വരുമെന്നാണ്. എന്നാൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളും വിവരമില്ലാത്ത ആളുകളും പ്രചരിപ്പിക്കാറുണ്ട്, വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന്. അതിന് പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. കാരണം അവർ മിമ്പറിൽ കയറുമ്പോൾ തന്നെ വാളാണ് എടുക്കുക. ആ വാളുകൊണ്ടാണ് ഈ ദീൻ പ്രചരിച്ചത് എന്നതിൻ്റെ സിമ്പലാണ് അത് എന്നൊക്കെ. ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ, വ്യക്തമായ അറിവില്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇന്നും ലോകത്ത് മനുഷ്യർ കൊന്നൊടുക്കപ്പെടുകയാണ്. ഏറ്റവും വലിയ വംശീയ നരഹത്യ നടക്കുന്നത് ഇസ്രായേൽ, ഈ ഫലസ്തീനിൽ അവിടെ അരുങ്കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങളുണ്ട്, സൈനിക നീക്കങ്ങളുണ്ട്. ആ സന്ദർഭത്തിനനുസരിച്ച് പ്രതിരോധത്തിന് വേണ്ടി ശത്രുക്കളെ നേരിടാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഹിജ്റ 2-ാം വർഷം നടന്ന ബദർ യുദ്ധം മുതൽ ഹിജ്റ 9-ാം വർഷം നടന്ന തബൂക്ക് യുദ്ധം വരെയുള്ള 27 സൈനിക നീക്കങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും നടത്തിയിട്ടുണ്ട്. ഇവയിൽ ശത്രുവിനെ കണ്ടുമുട്ടുകയോ ചോര ചിന്തുകയോ ചെയ്യാത്ത എത്രയോ സൈനിക ഇടപെടലുകൾ ഈ പറഞ്ഞ എണ്ണത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവയിലെല്ലാം കൂടി കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്രയാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 1284 പേരാണ് ഈ നടന്ന യുദ്ധങ്ങളിലെല്ലാം, ഇസ്ലാമിക കാലത്ത് നടന്ന യുദ്ധങ്ങളിലെല്ലാം മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ മുസ്ലിങ്ങൾ നമുക്കറിയാം, ശത്രുക്കൾ 1022 പേരാണെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് 262 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ ഈ കാര്യം പറഞ്ഞതിന് ശേഷം ലാ തഖൂമുസ്സാഅ ഹത്താ യക്സുറൽ ഹർജ്, ഹർജ് അധികരിക്കുന്നത് വരെ,
അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാലു, അവർ ചോദിച്ചു, ഹർജ് എന്ന പദം അവർക്ക് പുതുമയുള്ളതായിരുന്നു. വമൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ ഹർജ് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ അതിനെ വിശദീകരിച്ചു കൊടുത്തു. അൽ ഖത്ൽ, അൽ ഖത്ൽ, മനുഷ്യരെ കൊന്നൊടുക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഹബു ദുനിയാ, ഈ ദുനിയാവ് ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല. ഹത്താ യഅതി അലന്നാസി യൗമുൻ, ജനങ്ങൾക്ക് ഒരു കാലം വരും. ലാ യദ്രി അൽ ഖാതിലു ഫീമ ഖതൽ, ആ കാലം വന്നാൽ ഒരു കൊലയാളിയായ മനുഷ്യൻ എന്തിനാണ് ഞാൻ ഇങ്ങനെ മറ്റൊരാളെ കൊലപ്പെടുത്തുന്നത് എന്ന് അയാൾക്കറിയില്ല. വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, വധിക്കപ്പെട്ട വ്യക്തിക്ക് എന്തിനു വേണ്ടിയാണ് ഈ മരണം സംഭവിച്ചത്, ഞാൻ വധിക്കപ്പെട്ടത് എന്നും അറിയാത്ത ഒരു കാലം വരുമെന്നാണ് നമുക്കറിയാം. എന്നാൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം, സഹാബത്തിന്റെ കാലത്ത് ശേഷം ഇവിടെ ഉണ്ടായ മനുഷ്യ സംഘട്ടനങ്ങളിൽ, യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളെ നമ്മൾ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക. ലോകമഹായുദ്ധത്തിൽ 1,56,00,000 പേരാണ് അന്ന് സൈനികരായി പങ്കെടുത്തിട്ടുള്ളത്. എന്നാൽ സൈനികരിൽ നിന്നും അല്ലാത്ത സിവിലിയൻസിൽ നിന്നും ആകെ മരിച്ചിട്ടുള്ളത് 5,48,00,000 ആളുകളാണ് എന്ന് ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഡോൾഫ് ഹിറ്റ്ലറും സ്റ്റാലിനും മുസോളിനിയും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഇവിടെ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ലോകമഹായുദ്ധങ്ങൾ, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ലോക ചരിത്രം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. മില്യൺ കണക്കിന് മനുഷ്യന്മാരുടെ ജീവനാണ് ആ സന്ദർഭത്തിലൊക്കെ ഹനിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ കാലത്ത് ഹിജ്റ 2-ാം വർഷം മുതൽ ഹിജ്റ 9 വരെ നടന്നിട്ടുള്ള സൈനിക നീക്കങ്ങളിൽ ആകെ 1284 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ശത്രുക്കൾ 262 പേരും, അതേ ശത്രുക്കൾ 1022 പേരും, മുസ്ലിങ്ങൾ 262 പേരും. ഇത് ചരിത്ര വസ്തുതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, മനുഷ്യരുടെ ജീവന് വില നൽകിക്കൊണ്ട്, മനുഷ്യാവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, മാനുഷികതയ്ക്ക് പ്രാധാന്യവും പവിത്രതയും നൽകിക്കൊണ്ടുള്ള ഒരു ജീവിത സമീപനമാണ് ഈമാനുള്ള ഓരോ വിശ്വാസിയും സ്വീകരിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചകന്റെ ഉത്ബോധനങ്ങളും നമുക്ക് നൽകുന്നത്. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സ് ഔ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതിനോ അല്ലാതെയോ ഒരാളെ ആരെങ്കിലും വധിച്ചു കളയുകയാണെങ്കിൽ ഫകഅന്നമാ ഖത്തലൻ നാസ ജമീഅ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമായ പാതകമാണത്. മനുഷ്യനെ കൊല്ലുക എന്നത് ഖുർആൻ നമ്മെ ഉണർത്തുന്ന കാര്യമാണ്. വമൻ അഹിയാഹാ, ആരെങ്കിലും ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഫകഅന്നമാ അഹിയൻ നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതിനു സമാനമായ പുണ്യവും സുഹൃതവുമാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളായ നമ്മുടെ ഈ വിഷയത്തിലുള്ള നിലപാടിതായിരിക്കണം. എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം. എല്ലാ മനുഷ്യരുടെയും ജീവൻ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ ഇസ്ലാം നമ്മോട് ഉത്ബോധിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും വിശുദ്ധമാക്കി തീർക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കതിന് നീ തൗഫീഖും സഹായവും നൽകി അനുഗ്രഹിക്കണമേ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഉണ്ടാകാനിടയാകുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി മൽ ഫഖ്റ അഖ്ശ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യവും അതുപോലെ തന്നെ കഷ്ടപ്പാടും വന്ന് ഭവിക്കുമെന്നൊരിക്കലും ഞാൻ നിങ്ങളെക്കുറിച്ച് പേടിക്കുന്നില്ല എന്ന്. മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും ദാരിദ്ര്യം വന്ന് ഭവിച്ചവർ കുഴഞ്ഞു പോകും എന്ന കാര്യം റസൂല് പേടിച്ചിട്ടില്ല. പക്ഷേ റസൂലിന്റെ പേടി എന്തായിരുന്നോ, വലാകിന്നി അഖ്ശ അലൈക്കും അൻ തുബ്സത ദുനിയ അലൈക്കും, ദുനിയാവിലെ സുഖലോലുപതകൾ മുഴുവൻ ഈ ഉമ്മത്തിന് വിശാലമാക്കപ്പെടും എന്ന കാര്യമാണ് ഞാൻ പേടിക്കേണ്ടത്. പേടിക്കുന്നത് കമാ ബുസിത്തത് അലാ മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും ഇങ്ങനെ ഭൗതിക ജീവിതത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും സുഖങ്ങളുമൊക്കെ എമ്പാടും ഒഴുകി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്നോ, ഫതനാഫസുഹാ കമാ തനാഫസുഹാ, അവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ച പോലെ നിങ്ങളും ദുനിയാവ് ദുനിയാവ് എന്ന ഒറ്റ വിചാരത്തോടുകൂടി അതിനു വേണ്ടി മത്സരിക്കും. അപ്പോൾ നിങ്ങളുടെ പരലോകം അത് മുഖേന നഷ്ടമായി തീരും. വതുഹ്ലികക്കും കമാ അഹ്ലകത്ഹും, അങ്ങനെ ദുനിയാവ് അവരെയൊക്കെ നശിപ്പിച്ച പോലെ നിങ്ങളെയും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെയും ജീവിതത്തെയും ദുനിയാവ് നശിപ്പിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇന്ന് ഈ ദുനിയാവിൻ്റെ സുഭിക്ഷതയും അതിൻ്റെ ക്ഷേമവും അതിൻ്റെ ഐശ്വര്യവും അതിൻ്റെ സുഖങ്ങളുമൊക്കെ നമുക്കിടയിൽ ധാരാളമായി ഉണ്ട്. നമുക്കിടയിൽ വ്യവസായങ്ങൾ നടക്കുന്നുണ്ട്, വ്യാപാരങ്ങളുണ്ട്. വ്യാപാരം വ്യാപകമാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം മുസ്ലിങ്ങളായ ആളുകൾ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് കച്ചവടക്കാരായിക്കൊണ്ടാണ്. കച്ചവടത്തിന്റെ കാര്യത്തിൽ നമ്മൾ അഗ്രഗണ്യന്മാരായ ആളുകളാണ്. ഇനി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളതോ മുസ്ലിങ്ങൾ ജേതാക്കളായിക്കൊണ്ടാണ്. എവിടെയും നമ്മൾ താഴ്ന്നവരായിക്കൊണ്ടല്ല കടന്നു വന്നിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ അന്തസ്സ് നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ദുനിയാവിന്റെ സുഖങ്ങളും ഐശ്വര്യങ്ങളും പാടെ ത്യജിച്ചുകൊണ്ട് സന്യാസികളായി ദുനിയാവിന്റെ ഒരു കാര്യവും അനുഭവിക്കാതെ നിങ്ങൾ കഴിഞ്ഞുകൂടണമെന്നല്ല ഈ ദീൻ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ അന്നത്തെ ഏറ്റവും വലിയ വ്യവസായികൾ, കച്ചവടക്കാർ, വ്യാപാരികൾ സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം നമ്പർ കച്ചവടക്കാരനായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു. മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭമൊക്കെ തന്നെ അതിന്റെ കണക്ക് നോക്കാതെ പാവങ്ങൾക്ക് വേണ്ടി ധർമ്മം ചെയ്തിരുന്ന ധർമ്മിഷ്ഠൻ കൂടിയായിരുന്നു. മദീനയിൽ ഒരിക്കൽ പട്ടിണിയും അതുപോലെ തന്നെ വരൾച്ചയും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം വരുന്നത് കേട്ട് വ്യാപാരികളൊക്കെ ഇരട്ടി വില പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ തയ്യാറായ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഒരരട്ടിയും രണ്ടരട്ടിയിലൊക്കെ അല്ലേ തരുന്നുള്ളൂ, പക്ഷേ എന്റെ ചരക്കുകൾ മുഴുവൻ ഞാൻ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരാൾ ഓഫർ നൽകിയിട്ടുണ്ട് 10 ഇരട്ടി ലാഭം, നിങ്ങളിൽ ആരെങ്കിലും അത് തരുന്നവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് 700 ഒട്ടകങ്ങളെയും അത് വഹിക്കുന്ന ചരക്കുകളെയും ചൂണ്ടിക്കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുന്നുണ്ട്, ഹിയ വമാ തഹ്മിലുഹു സദഖ, ഈ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഒട്ടകങ്ങളും അവ വഹിച്ചിട്ടുള്ള എല്ലാ വിഭവങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്തിരിക്കുന്നു. കാരണം എന്താ? ജനങ്ങൾ പട്ടിണിയാണ്. നിങ്ങൾ എത്ര വില പറഞ്ഞാലും ഈ പട്ടിണി തീർക്കാൻ അവർ എന്തെങ്കിലും ഒക്കെ തിന്നാൻ വേണ്ടി വാങ്ങിക്കൂട്ടും. ഈ സന്ദർഭത്തിൽ എനിക്ക് 10 ഇരട്ടി ഓഫർ ഉണ്ട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് ഈ കാര്യം പറയുകയാണ് ചെയ്തത്. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ 10 ഇരട്ടിയാക്കി അവന് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം എന്താണെന്നോ,
ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. പ്രവാചകൻ തന്നെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ലാഭം അദ്ദേഹം ഒരു കല്ലെടുത്ത് പൊക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം കിട്ടുന്ന പോലെയാണ്. ഇബ്നു ഔഫ് ചെയ്യുന്ന എല്ലാ ഏർപ്പാടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാഭം ചൊരിഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അവരൊക്കെ എന്തായിരുന്നോ, അവരുടെ കയ്യിലായിരുന്നു ദുനിയാവ്, അവരുടെ മനസ്സ് നിറയെ ആഖിറത്തായിരുന്നു, ദീനായിരുന്നു എന്നാണ്. നമ്മുടെ കൈ നിറയെയാണ് ശരിക്ക് ഈ ദീനുള്ളത്, ആഖിറത്തിന്റെ കാര്യമുള്ളത്. മനസ്സ് നിറയെ ദുനിയാവ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഓടുന്ന മത്സരിക്കുന്ന ഒരു കാലം വരും. ആ കാലത്ത് നമ്മൾ സഹാബത്തിന്റെ ചര്യയിലേക്കാണ് മടങ്ങേണ്ടത്. ഇസ്ലാമിലെ സ്വാലിഹീകളായ സച്ചരിതരായ ആളുകൾ ജീവിച്ച ജീവിതപാതയിലേക്കാണ് മടങ്ങേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ നമ്മുടെ സമ്പത്തും പണവും കരുതുക. നമ്മുടെ ഖൽബിൽ നമ്മുടെ ദീനും ആഖിറത്തും നമ്മൾ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെയാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് കഴിയുമെന്നാണ് റസൂലുള്ളാഹ് നമ്മെ ഉണർത്തിയത്. പ്രവാചകന്റെ പ്രാർത്ഥനയും അതാണ്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ ഇലൻ നാരി മസീറനാ. നമ്മുടെ പ്രാർത്ഥനയിൽ മറക്കാതെ ദിനേന എന്നോണം നാം ഉരുവിടേണ്ട ഒരു പ്രാർത്ഥനാശകലമാണിത്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ. അല്ലാഹുവേ, ഈ ദുനിയാവിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഞങ്ങൾക്ക് വരുത്തി തീർക്കരുതേ. വലാ മബ്ലഗ ഇൽമിനാ. ഞങ്ങൾ നേടുന്ന വിജ്ഞാനത്തിന്റെ ലക്ഷ്യം, അറിവിന്റെ ലക്ഷ്യം ദുനിയാവാക്കരുത്. എന്തറിവ് ഞങ്ങൾ നേടിയാലും അതുകൊണ്ട് ഞങ്ങളുടെ പരലോകവും ഞങ്ങളുടെ സ്വർഗവും ഉറപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ മനസ്സിനെ നീ പാകപ്പെടുത്തേണമേ. അല്ലെങ്കിലോ വലാ ഇലൻ നാരി മസീറന. ഒരിക്കലും നരകത്തിലേക്ക് ചെന്നാപതിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ റബ്ബേ എന്ന് റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ബോധപൂർവം ഈ പ്രാർത്ഥന ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ, പാളിച്ചകൾ, പോരായ്മകൾ എല്ലാം അറിയുന്നവനെ, ഞങ്ങളുടെ ജീവനാടിയേക്കാൾ ഞങ്ങളോട് സമീപസ്ഥനായ അല്ലാഹുവേ, അതെല്ലാം നിന്റെ ഫളില് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.